തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയരെ, നമ്മുടെ ഉള്ളിലുള്ള, നമ്മളുടെ ഹൃദയങ്ങളിലുള്ള നിർമ്മലനായിട്ടുള്ള ഒരു ശിശുവിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ മനസ്സ് നിറയെയുള്ള ചിന്ത. ഈശോയുടെ ആ വചനം നമുക്കോർക്കാം. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ഈ ശിശു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മീയതയാണ്. നമ്മളെല്ലാവരും കരുതുന്നു ശൈശവം നമ്മൾ പിന്നിട്ട കാലമാണെന്ന്. അല്ല, അത് നമ്മൾ പിന്നിട്ട കാലമല്ല. നമ്മൾക്ക് തൊട്ട് മുന്നിലുള്ള കാലമാണ് ശൈശവം. ഏത് നിമിഷവും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന കാലം. അതുകൊണ്ട് ഈശോ നമ്മളോട് പറയുക, ശിശുക്കളെ തടയരുത്. നിങ്ങളുടെ ഉള്ളിൽ ശിശുവാകാനായിട്ടുള്ള ഈ സാധ്യതയെ ഒന്നുകൊണ്ടും തടയരുതെന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൂടെ കൊണ്ടാവണം കുരിശുമായിട്ട് കാൽവരിയിലേക്ക് നടന്നു നീങ്ങവേ ആ സ്ത്രീകളോട് ഈശോ ആ ദുഃഖത്തിൻ്റെ നടുവിലും വളരെ മനോഹരമായി, വളരെ സൗമ്യമായി അവരോട് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഈശോ പരോക്ഷമായി സൂചിപ്പിക്കുക, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശിശുവുണ്ടെന്നാണ്. ആ ശിശുവിന് വേണ്ടി കരയുവിൻ. ആ നിർമ്മലനും നിഷ്കളങ്കനുമായിട്ടുള്ള ആ ശൈശവമുള്ള കാലഘട്ടത്തിന് വേണ്ടിയിട്ട് കരയുവിൻ. അതാണ് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ ഉള്ളിൽ നിഷ്കളങ്കനായിട്ടുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആ കുഞ്ഞിനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനായിട്ട്, ആ നിർമ്മലതയെ നമ്മളുടെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു സാധ്യത ഈശോ നമ്മളുടെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ്.